പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2013 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ 16 ആണ് എന്ന് തോന്നുന്നു, സി പി എമ്മിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് നമുക്ക് വിശേഷിക്കാവുന്ന സഖാവ് പി കൃഷ്ണപിള്ള, അദ്ദേഹം ആലപ്പുഴയിൽ കണ്ണാറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചതുപ്പിൽ ഒളിവിലിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ പാമ്പ് കടിയേറ്റ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനും ആയിട്ടുള്ള നേതാവ്. അദ്ദേഹമാണ് VS അച്യുതാനന്ദനെ പോലും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര വലിയവനായിരുന്നു എന്നുള്ള നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ കൃഷ്ണപിള്ള മരിച്ച ആ കണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു സ്മാരകം CPM നിർമ്മിക്കുകയുണ്ടായി. ഒരു പരിപാവനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ആ സ്മാരകം കണ്ടുപോകുന്നത്. ആ സ്മാരകം 2013 ഒക്ടോബർ 13 അഗ്നിക്കിരയാക്കപ്പെട്ടു. അന്നത്തെ ഒക്ടോബർ 13 രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ സ്മാരകം അഗ്നിക്കിരയാക്കപ്പെട്ടു. അത് വലിയ വിവാദമായി. അന്ന് UDF സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. കാരണം പി കൃഷ്ണപിള്ളയുടെ സ്മാരകമാണല്ലോ അഗ്നിക്കിരയാക്കപ്പെട്ടത്. വലിയ ചർച്ചാ വിഷയമായി. പക്ഷേ അത് വലിയ ചർച്ചാ വിഷയമായെങ്കിലും അത് പിന്നീട് അതിൻ്റെ അന്വേഷണത്തിലൂടെ ഒന്നും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അതിൽ കുറേ പേര് പ്രതികളായി. ആ പ്രതികളായവരുമായി ബന്ധപ്പെട്ട് പിന്നെ കേസ് നടന്നു, വിചാരണ നടന്നു. ആ വിചാരണയിൽ പിന്നീട് അപ്പം ഈ സംഭവം നടക്കുമ്പോൾ UDF സർക്കാരാണെങ്കിൽ അത് 2020 എൻ്റെ വിചാരണയിലൂടെ അതിൻ്റെ പ്രതികളെല്ലാം രക്ഷപ്പെടുമ്പോൾ CPMൻ്റെ നേതൃത്വമുള്ള സർക്കാരായിരുന്നു പിന്നെ അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോഴാണ് അവരെല്ലാവരെയും കുറ്റമുക്തരാക്കിയത്. പ്രതികളെന്ന് പറഞ്ഞ് കുറേ പേരെ കണ്ടുപിടിച്ചു. അവരെല്ലാവരെയും CPM പുറത്താക്കി. 2020 അവർ പ്രതികളല്ല, അവരെ കുറ്റവിമുക്തരാണ് എന്ന് വന്നതോടുകൂടി അവരെല്ലാം CPM തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പം വലിയൊരു വിവാദം അന്നുണ്ടായെങ്കിലും ആ വിവാദം പിന്നെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ച് ഇല്ലാതാവുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിൽ പ്രതികളാക്കപ്പെട്ടവരൊക്കെ തന്നെ തിരിച്ച് പാർട്ടിയിലേക്ക് കയറുകയും ചെയ്തു. അപ്പം അന്ന് അത് വിവാദമായുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? CPMലെ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത്, CPMൽ VS പക്ഷവും പിണറായി പക്ഷവും തമ്മിൽ വലിയ തോതിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആലപ്പുഴയിൽ ഈ പി കൃഷ്ണപിള്ള സ്മാരകം അഗ്നിക്കിരയാക്കപ്പെടുന്നത്. ആ അഗ്നിക്കിരയാക്കപ്പെട്ടതിനെ തുടർന്ന് അന്ന് പുറത്താക്കപ്പെട്ട അണികൾ VS പക്ഷക്കാരായിരുന്നു. VSൻ്റെ ഒരു PA ആയിരുന്നു ഒരു ലതീഷ് ചന്ദ്രൻ, പിന്നെ ഒരു സാബു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 4-5 പേര് അന്ന് പാർട്ടി പുറത്താക്കിയപ്പോൾ അവരൊക്കെ VS പക്ഷക്കാരായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് VS പിണറായി പക്ഷങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ VS പക്ഷക്കാർ ആണിത് ചെയ്തത് എന്ന് വരുത്താനുള്ള ശ്രമമാണ് അന്ന് പാർട്ടിയിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, VS പക്ഷക്കാരും പിണറായി പക്ഷക്കാരും തമ്മിൽ വലിയ തർക്കം നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് VS പക്ഷക്കാർ ഒരു ഗൂഢാലോചന നടത്തി ഈ കൃഷ്ണപിള്ളയുടെ സ്മാരകം കത്തിച്ചു എന്നുള്ളതായിരുന്നു അന്ന് പുറത്തേക്ക് വന്ന വിഷയം. അത് പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു അതിൻ്റെ വിചാരണ നടന്നു. 2020 പിന്നെ ഇത് ചെയ്ത പ്രതികളെല്ലാം കുറ്റവിമുക്തരാക്കിയപ്പോൾ അവരെ കൈയോടെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വിഷയം ഏതാണ്ട് പൊതുജന ശ്രദ്ധയിൽ നിന്ന് ഏതാണ്ട് പോയി കഴിഞ്ഞ ഒരു സമയത്താണ് അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന CPM വിമതനായിട്ടുള്ള സഖാവ് G സുധാകരൻ ഈ വിഷയം വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഏതോ ഒരു ചാനലുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ സ്മാരകം കത്തിയതിൻ്റെ തലേ ദിവസം 2:30 മണിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഈ സ്മാരകം കത്തുന്നതിൻ്റെ ചുറ്റുപാടിൽ സജി ചെറിയാൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവ് ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. സജി ചെറിയാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഇന്നത്തെ മന്ത്രിയും പിന്നെ ആലപ്പുഴയിലെ ഏറ്റവും സജീവമായിട്ടുള്ള പിണറായി പക്ഷ നേതാവുമാണ്. ആ നേതാവ് അന്ന് ഇത് കത്തിയതിൻ്റെ തലേന്ന് രാത്രി 2:30 മണിക്ക്
ഇത് കത്തിയ ഈ സ്മാരകത്തിനടുത്തുണ്ടായിരുന്നു, അസ്വാഭാവികമായി അവിടെ ഉണ്ടായിരുന്നു. അതാണ് ജി സുധാകരൻ പറഞ്ഞത്. അന്ന് ഈ സ്മാരകം കത്തുന്ന അഗ്നിക്കിരയാക്കപ്പെടുന്ന സമയത്തും ആലപ്പുഴ പാർട്ടിയിലെ സ്വാധീനം പിണറായി പക്ഷക്കാർക്കായിരുന്നു എന്ന് നമ്മൾ ഓർത്തോണം. അന്നത്തെ ആലപ്പുഴയിലെ പിണറായി പക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സജി ചെറിയാനായിരുന്നു എന്ന് നമ്മൾ ഓർത്തോണം. അയാൾ അവിടെ അസ്വാഭാവികമായ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ജി സുധാകരൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട. അന്ന് ജി സുധാകരൻ പാർട്ടിയിലുണ്ട്. രണ്ടാമത് ജി സുധാകരൻ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആലപ്പുഴ പാർട്ടി തൻ്റെ കൂടി സമ്മർദ്ദത്തെ തുടർന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ സംഭവത്തെക്കുറിച്ചിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു. അപ്പോൾ സുധാകരൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, സജി ചെറിയാൻ അവിടെ ഉണ്ടായിരുന്നു. 2, തൻ്റെയും കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷിക്കണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം അത് അന്വേഷിച്ചില്ല. ഈ 3 കാര്യങ്ങളാണ് സുധാകരൻ പറഞ്ഞത്. അതീവ ഗൗരവമുള്ള ആരോപണമാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം, CPM-കാരെ സംബന്ധിച്ചിടത്തോളം. 1, എന്തായിരുന്നു ഈ സജി ചെറിയാൻ്റെ അവിടുത്തെ സാന്നിധ്യം, അതിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? അതാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടും അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമല്ലേ സുഹൃത്തുക്കൾ? കാരണം പാർട്ടി കണ്ടുപിടിച്ചവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ, ഏറ്റവും സുപ്രധാന നേതാവ്, VS-നെ പോലും പാർട്ടിയിൽ കൊണ്ടുവന്ന നേതാവ്, ആ നേതാവിൻ്റെ സ്മാരകം അഗ്നിക്കിരയാക്കപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം വന്നിട്ടും അതെന്തുകൊണ്ട് CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം അന്വേഷിച്ചില്ല? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇതിങ്ങനെ അഗ്നിക്കിരയാക്കപ്പെട്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അന്വേഷിക്കേണ്ടതല്ലേ? ആ നിമിഷം അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടത്. അതിനേക്കാളൊക്കെ എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അന്വേഷണം വെച്ചിരിക്കുന്നു. ഇപ്പോൾ ജി സുധാകരൻ തന്നെ H. സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അന്വേഷിക്കുകയും അതൊരു പൂർണ്ണ ദിവസം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും ജി സുധാകരനെ തരം താഴ്ത്തുകയും ചെയ്ത പാർട്ടി P. കൃഷ്ണപിള്ളയുടെ സ്മാരകം കത്തിയതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമല്ലേ സുഹൃത്തുക്കൾ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അന്ന് UDF ആണ് ഭരിച്ചിരുന്നത്, UDF-ൻ്റെ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം വെച്ചാൽ, അന്വേഷണം ഏർപ്പെടുത്തിയാൽ അത് CPM-ന് ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പാർട്ടി തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയല്ലായിരുന്നു ചെയ്യേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച നേതാവിൻ്റെ സ്മാരകം അഗ്നിക്കിരയാക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടേണ്ടിയിരുന്ന CPM അന്വേഷിക്കേണ്ട എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ളത് നിർണായകമായിട്ടുള്ള കാര്യമല്ലേ? PS പക്ഷക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അതിനകത്ത് പ്രതികൾ. അപ്പോൾ ഇത് വളരെ ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ? CPM-കാരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി വരേണ്ട ഒരു വിഷയമല്ലേ ഇത് CPM അണികളെ സംബന്ധിച്ചിടത്തോളം? എന്നിട്ട് PS പക്ഷക്കാരായിരുന്ന കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നു, കേസിൻ്റെ വിചാരണ നടക്കുന്നു. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് UDF സർക്കാരായിരുന്നുവെങ്കിലും ആ അന്വേഷണത്തോട് ഈ പ്രതികൾ ആരും സഹകരിക്കുന്നില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ ആരും സഹകരിച്ചില്ല. 2016-ൽ UDF സർക്കാർ പോയി. 2013 മുതൽ 2016 വരെ അന്വേഷണം 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം എന്താ? കാരണം ഇതിൽ പ്രതികളാരും സഹകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ 2 പേരെ കണ്ടിരുന്നു എന്നുള്ള കാര്യം ഫയലിലുണ്ട് എന്നും പറയുന്നു. പക്ഷേ അതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം CPM-ൽ നിന്ന് ഒരു സഹകരണം ഉണ്ടായില്ല. എന്തുകൊണ്ട് CPM-ൽ നിന്ന് സഹകരണം ഉണ്ടായില്ല? CPM എന്തുകൊണ്ട് ഇതിൻ്റെ സത്യം പുറത്തു വരരുത് എന്നാഗ്രഹിച്ചു? CPM എന്തുകൊണ്ട് ഇതിൻ്റെ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു? 2 നേതാക്കന്മാർ ദുരൂഹമായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ള അന്വേഷണം എന്തുകൊണ്ട് അന്ന് സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? കാരണം CPM-നകത്ത് നിന്ന് ഒരു സഹായം ഉണ്ടായില്ല. കുറേ പേരെ VS പക്ഷക്കാരെന്നുള്ള നിലയിൽ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ആ കേസ് കോടതിയിൽ ചെന്നു. അത് വിചാരണയായിട്ട് അവിടെ കോടതിയിൽ കിടന്നു, ആലപ്പുഴ സെഷൻസ് കോടതിയിൽ കിടന്നു. 2020 ആയപ്പോൾ ആ പ്രതികളെല്ലാം വെറുതെ വിട്ടു. കാരണം ആ പ്രതികളെല്ലാം വെറുതെ വിട്ടതിൻ്റെ കാരണം വെച്ചാൽ പ്രോസിക്യൂഷൻ അതിനകത്ത് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പ്രതികളെ വെറുതെ വിടുന്നത്. ആ പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും CPM പ്രതികളാണെന്ന് കണ്ടുപിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നും പറഞ്ഞ് അവരെ ശിക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സഹായവും ചെയ്യേണ്ട CPM
അവരെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അവർ പിന്നീട് LDF സർക്കാർ വന്നപ്പോൾ കുറ്റമുക്തരാക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സംഭവമല്ലേ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല, കുറ്റമുക്തരാക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതികളെ അവർ കുറ്റമുക്തരാക്കിയപ്പം അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മളൊന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. ചേർത്ത് വായിച്ചാൽ ഇത് വളരെ ദുരൂഹമല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇവരല്ലായിരുന്നു യഥാർത്ഥ പ്രതികൾ. ഇവരെ കുറച്ചുപേരെ പ്രതികൾ എന്നുള്ള നിലയിൽ കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഗൂഢാലോചന നടത്തി കേസ് വാദം വന്നപ്പോഴത്തേക്കും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ആലപ്പുഴയിലെ VS പക്ഷക്കാരെ നിർജീവമാക്കാൻ വേണ്ടി, അവരെ ദുർബലരാക്കാൻ വേണ്ടി ആലപ്പുഴ ജില്ലയിലെ സജി ചെറിയാൻ പോലുള്ള പിണറായി പക്ഷ നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി അവിടുത്തെ VS പക്ഷക്കാരെ തകർക്കാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തി ഈ P. കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചതാണ് എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അതുതന്നെയല്ലേ ജി സുധാകരൻ പറഞ്ഞത്. ജി സുധാകരൻ ചോദിച്ചല്ലോ, എന്താണ് അവിടെ അസ്വാഭാവികമായി എന്തുകൊണ്ട് സജി ചെറിയാനെ കണ്ടു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഈ കത്തിച്ച കാര്യം CPM അന്വേഷിച്ചില്ല എന്നുള്ളതിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സുധാകരൻ പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതിന് ഇന്നേ നിമിഷം വരെ മറുപടി വന്നിട്ടില്ല. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി അണികൾ ഇത് മനസ്സിലാക്കണം. കേരളത്തിലെ മൊത്തം പാർട്ടി അണികളും ഇത് മനസ്സിലാക്കണം. പാർട്ടി ഉണ്ടാക്കിയ ആ നേതാവിൻ്റെ സ്മാരകം പോലും തങ്ങളുടെ പക്ഷത്തിന് ഒരു ജില്ലയിൽ പിന്തുണ വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് അഗ്നിക്കിരയാക്കപ്പെട്ടു എന്നുള്ള നഗ്നമായിട്ടുള്ള സത്യമാണ് ഇതിനകത്തൂടെ തെളിഞ്ഞു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനുള്ള കണക്ക്, അതായത് പാർട്ടി ഉണ്ടാക്കിയ നേതാവിൻ്റെ പോലും സ്മാരകം പാർട്ടിയിൽ വിഭാഗീയ സമരത്തിൽ തങ്ങൾക്ക് ആനുകൂല്യം നേടാൻ വേണ്ടി, തങ്ങൾക്ക് ആധിപത്യം നേടാൻ വേണ്ടി കത്തിച്ചവരാണ് ഇന്ന് CPMന് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം എന്നുള്ളത് മനസ്സിലാക്കി അവർക്കെതിരെ ഏപ്രിൽ 9 ആലപ്പുഴ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലൊട്ടാകെയുള്ള CPM അണികളും അതിന് കണക്ക് തീർക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് തീയതി ഉപയോഗിക്കണം എന്നാണ് ആലപ്പുഴ ജില്ലയിലും CPMലെയും മൊത്തം അണികളോട് എനിക്ക് പറയാനുള്ളത്.